ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ ഒറിജിനൽ ലുക്ക്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെ നിങ്ങളുടെ വെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിൽ ക്യാമറയിൽ അടിക്കണ കാരണം നമുക്കത് ഇത്ര ക്ലാരിറ്റി ആ ഒരു ഫീൽ കിട്ടാത്തത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ദയവായി ലൈക്ക് അടിക്കുക. മുറ്റത്താണെങ്കിൽ ഒരു 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യുക. മുറ്റത്ത് തന്നെ വറ്റാത്തൊരു കിണറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളിപ്പോൾ ഒരു 320 മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളില്ലാണ്ട് വീടിൻ്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ഈ വീട് 2200 സ്ക്വയർ ഫീറ്റ് വീടാണ്. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാണ് നിങ്ങളുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ലിവിങ് ഏരിയ. എല്ലാം നല്ല സ്പേസാണ്. കാരണം 2200 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ളൊരു വീടാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇത് ലിവിങ് ഏരിയ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഡൈനിങ് ഏരിയ. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഇതേ ഒരു കോർട്ട്യാർഡ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തേക്കണം. അതും അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് അടിക്കേണ്ടതെന്ന് തോന്നുന്നു. 80 സ്ക്വയർ ഫീറ്റ് എന്തായാലും ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ വാഷ് ബേസൺ കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കൊരു വീടാണിത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗൾഫ് കൺട്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ള വീടിൻ്റെ ആ ഒരു ഡിസൈനാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അവിടെയുള്ള വീടുകൾക്കൊക്കെ ഈ ഒരു കളറും ഇതേ ഒരു മോഡലൊക്കെ ആയിരിക്കുള്ളൂ. ഇതാണ് നിങ്ങളുടെ കോമൺ ഒരു ബാത്റൂം. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തേക്കണത്. ഇനി ഇതിൻ്റെ റൂമുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമും നല്ല സ്പേസാണ്. അതായത് ഒരേ റൂം പോലും ചെറുതില്ലെന്നുള്ളതാണ്. ഇത് നിങ്ങളെ കിച്ചൻ്റെ ഒക്കെ ഒരു സ്പേസ് നോക്കി. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വിശാലമായൊരു കിച്ചണാണ് ഈ വീടിനുള്ളത്. ഈ സൈഡിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിച്ചൺ ക്യാബിൻ സെറ്റ് ചെയ്യാട്ടോ. അവിടെ നിന്ന് വെയിലടിക്കണ കാരണമാണ് ഈ ഒരു ബ്ലറർ ഫീൽ ചെയ്യണത്. അത്യാവശ്യം നല്ല സ്പേസുള്ള കിച്ചണാണ് ഈ വീടിനുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഏരിയയാണ്. അത്യാവശ്യം നല്ല സ്പേസ് അതിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ബെഡ്റൂമുകളായിട്ട് നമുക്ക് കാണാം. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ടോട്ടോ. എല്ലാ ബെഡ്റൂമിനും നല്ല വലിപ്പമാണ്. ഈ ടൈൽ എണ്ണി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് 2x4 ടൈലാണ് ഇട്ടേക്കണം. എണ്ണി 1 2 3 4 5 6 ടൈല്. 1 2 3 4 5 6 ടൈല്. അപ്പോൾ ഏകദേശം ഒരു 11 അടി എടുക്കുക. കാരണം ഇത് ഒരു ടൈല് തിരികോളം മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 11 അടി വീതി വരും. അതേപോലെ തന്നെ ഒരു 4 അടി നീളോട്ടുണ്ട് 4 ടൈലിൻ്റെ. ഇതുണ്ട് ബാത്റൂമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിനുള്ളത്. ചെറിയ ബാത്റൂമൊന്നുമല്ല. ഏകദേശം ഒരു 12 അടിയിൽ മേളിൽ 12 13 ആ ഒരു സൈസിലാണ് ബെഡ്റൂമൊക്കെ വരുന്നത്. ഈ ബെഡ്റൂമാണെങ്കിൽ അതിലും വലുതാണ്. കണ്ടോ ഇതിൻ്റെ ടൈലൊന്നും എണ്ണി നോക്കി. അങ്ങനെ എത്ര ടൈല് വരണമെന്നുണ്ട്. അപ്പോൾ ഈ ടൈല് എണ്ണുമ്പോൾ തന്നെ നമുക്ക് ഈ റൂമിൻ്റെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീതി തന്നെ ഏകദേശം 12 അടി ഉണ്ട്. 4 അടി എന്ന് പറയുമ്പോഴേക്കും 3 4 12 2 3 4 5 6 7 8 16 അടി നീളം. അപ്പോൾ 12 16 സൈസ്. അപ്പോൾ തന്നെ എത്ര സ്ക്വയർ ഫീറ്റായി കണ്ടോ. അതിൻ്റെ ബാത്റൂമിൻ്റെ വലിപ്പം കണ്ടിട്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. ഇത് കൊല്ലം ബൈപ്പാസിനടുത്ത് മറ്റേ NS ഹോസ്പിറ്റലിനടുത്താണ്. NS ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണം. അത് കൊല്ലം ബൈപ്പാസിൻ്റെ അടുത്ത് NS ഹോസ്പിറ്റൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാവരും കൂടിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നില ഒന്ന് കാണാം. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയയാണ്. മുകളിലും ഓപ്പൺ ടെറസ് ഉണ്ട്, ബാൽക്കണി ഉണ്ട്, 2 ബെഡ്റൂം ഉണ്ട്. അതിന് അത്യാവശ്യം നല്ലൊരു സ്പേസ് മുകളിലുണ്ട്.
ഇതാണ് കയറി വരുന്ന ഹാളാണ് ഈ കാണുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ളതിന് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെ. ഇതിൻ്റെ അകത്ത് ബാൽക്കണിയിലോട്ട് നമുക്ക് നേരെ കയറാം. ബാൽക്കണിയിലോട്ടുള്ള ഇത് ഈ ബെഡ്റൂമിൽ നിന്നാണ് കയറണം. ഇതിൻ്റെ ബാത്റൂമൊക്കെ ഉണ്ടാവും. ഒരു വേറൊരു ലുക്കിലാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഒരു വേറൊരു ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ മോഡൽ ഓൾഡ് മോഡലൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ടുള്ളൊരു സെറ്റപ്പാണ് ബാത്റൂമിനുള്ളത്. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ ബാൽക്കണി ഉണ്ട്. ഈ റൂമെല്ലാനും നല്ല സൗകര്യമുള്ളതെന്നുള്ളതാണ്. കാരണം ഇടുങ്ങിയ റൂമൊന്നുമല്ല, എല്ലാത്തിലും നല്ല ഏരിയ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ബാൽക്കണിയും അതേകൂടി തന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറൊരു വീടും കൂടി ഉണ്ട്. കാരണം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഫ്രണ്ടിലെ വീടും ഇവരുടെ തന്നെയാണ്. അപ്പോൾ അതും കൊടുക്കാനുള്ളതാണ്. ഇത് 2 പുതിയ വീടാണ് ഇവർ കൊടുക്കാൻ വേണ്ടി പണിതേക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അതും കാണാനൊക്കെ നല്ല ലുക്കൊരു വീട് തന്നെയാണ്. മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇത് അത്യാവശ്യം ഇതിനും അതെയാണ്, നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. അതായത് ഒരു ചെറിയ ഇടുങ്ങിയ സെറ്റപ്പ് ഒന്നും ഈ വീട്ടിലില്ല. കാരണം ഇതൊരു അതേ കൊടുത്തൊരു ലുക്ക് വീടുമാണ്. കാരണം നമ്മൾ സാധാരണ കാണുന്ന മോഡലല്ല ഇത്. നിങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു ഭയങ്കര ഒരു എക്സിക്യൂട്ടീവ് ഫീൽ ചെയ്യും. ഒരു VIP സെറ്റപ്പുള്ള കൊടുത്തൊരു വീടാണിത്. കാരണം ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. അതേ കൂട്ടത്തെ ഒരു സെറ്റപ്പാണ്. 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ്, 2200 സ്ക്വയർ ഫീറ്റ്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ് കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ നേരിട്ട് ഓണറായിട്ട് സംസാരിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് സംസാരിക്കാവുന്നൊരു സെറ്റപ്പേ ഉള്ളൂ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നല്ല സെറ്റപ്പാണ്. ഇനി ഇതിൻ്റെ ഓപ്പൺ ടെറസാണ്. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും തുണി ഉണക്കണ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്രസ്സ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാനിടാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. കാരണം ഈ വീട് ഇഷ്ടമാകാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ഞാൻ കാണില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു കാരണവശാലും ഉപകാരപ്പെടാണ്ടിരിക്കും. ഇത്രയും സൗകര്യങ്ങളുള്ള വീടൊക്കെയാണ് നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിലെല്ലായിടത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആരും മറക്കണ്ട, ഈ വീടിൻ്റെ യഥാർത്ഥ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.